ഒരു കപ്പ് റവ കൊണ്ട് എത്ര കഴിച്ചാലും മതി വരാത്ത നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റവ വടയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈ റവ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. വട ഉണ്ടാക്കാനായി ആദ്യം തന്നെ നമ്മൾക്ക് റവ വെച്ചൊരു മാവ് തയ്യാറാക്കണം. അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായി വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചതച്ചത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും കൂടി കരിഞ്ഞു പോവാതെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ 1 കപ്പ് റവയുടെ വടയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എത്രത്തോളം റവ എടുക്കുന്നോ അതിന് ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ട കെട്ടാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. റവയൊക്കെ വെന്ത് നല്ലൊരു മാവിന്റെ പരുവമാവുന്നത് വരെ നമ്മൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ റവയൊക്കെ നന്നായി വെന്ത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചെറുതായി ഒന്ന് ചൂടാറാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വേറെ ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറു ചൂടോടുകൂടി നമ്മൾക്ക് കൈ തൊടാൻ പറ്റുന്ന ഒരു ചൂടിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലവണ്ണം ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കണം. ഒരുപാട് തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ വേണം ഇങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മാവ് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വട പരത്തിയെടുക്കാം. അതിനുവേണ്ടി കയ്യിലേക്ക് ഒരൽപ്പം എണ്ണ തടവിയതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള മാവെടുത്ത് ഇതുപോലെ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ചെറുതായി ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾക്കിത് ഇതുപോലെ വട ഷേപ്പിലേക്ക് ഒന്ന് തുളയിട്ട് കൊടുക്കാം. ആദ്യത്തെ റവ വട ഇവിടെ ഫ്രൈ ചെയ്യാനായി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ മാവും നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വട ഷേപ്പിലാക്കിയെടുക്കാം. മാവ് മുഴുവനും ഇതുപോലെ വട ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് വട ഓരോന്നായി ഇട്ട് നമ്മൾക്കിത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് റവ വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വടയെല്ലാം ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാലയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഈ വടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ വട ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ഇത് കഴിച്ചാലും കഴിച്ചാലും മതിയാവാത്ത രീതിയിലുള്ള ഒരു വടയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ എപ്പോഴും ഈ വട ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്.